ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുറ്റത്തും പറമ്പിലും ഒക്കെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഇത്ര കാട് പിടിച്ച പുല്ലും ഉണക്കി കളയാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് കുനിഞ്ഞ് നിന്ന് പുല്ല് പറിക്കുക, ആളെ നിർത്തിയിട്ട് കാശ് കളയുക ഒന്നും വേണ്ട. ഈ ഒരു സാധനം മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ പേര് റൗണ്ട് അപ്പ് ഹെർബിസൈഡ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ ഇത് വളങ്ങളും കീടനാശിനികളും ഒക്കെ വിൽക്കുന്ന കടകളിൽ ഒന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇത് അതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലും വേണം. ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു 10 മില്ലിയുടെ ചെറിയൊരു അടപ്പും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ മരുന്നിന് വില 225 രൂപയാണ്. അപ്പോൾ ഇത് 250 മില്ലിയുടെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് നമുക്ക് കുറേ തവണ ഉപയോഗിക്കാനായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൈമേൽ ഗ്ലൗസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഗ്ലൗസൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈമേൽ 2 കവറാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു അടപ്പിൽ ഒരു 2 അടപ്പും ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 മില്ലിയുടെ ഒരു അടപ്പാണ്. അതിൽ 2 അടപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളത്. അപ്പോൾ എത്ര കാട് പിടിച്ച പുല്ലാണെങ്കിലും ഈ ഒരു മരുന്ന് കൊണ്ട് കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ നമ്മളത് പറിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരൊറ്റ തവണ സ്പ്രേ ചെയ്താൽ തന്നെ പൂർണ്ണമായിട്ടും പുല്ലുകളൊക്കെ കരിഞ്ഞു പോവും. മാത്രമല്ല ഇതിന് വേണ്ടി നമുക്ക് വെറും 5 മിനിറ്റ് മാത്രം സമയം ചിലവഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് 2 അടപ്പ് മരുന്നിന് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പുല്ല് കരിച്ച് കളയാനുള്ള മരുന്ന് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ 1 ലിറ്റർ വെള്ളവും ഈ ഒരു 2 അടപ്പ് മരുന്നും മാത്രം മതി. ഇനി ഈ സ്പ്രേ ബോട്ടിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുക വേണം. അപ്പോഴാണ് നല്ല ഫോഴ്സിൽ നമുക്ക് പുല്ലിൽ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ചെറിയ പുല്ലാണെങ്കിലും വലിയ പൊക്കമുള്ള പുല്ലാണെങ്കിലും കാട് പിടിച്ച പുല്ലാണെങ്കിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ലിക്വിഡിന് പ്രത്യേകിച്ച് ഒരു മണമോ കളറോ ഒന്നുമില്ല, പച്ചവെള്ളം തന്നെ പോലെ തന്നെയാണ്. എന്നാലും നമ്മളിങ്ങനെയുള്ള ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ നമുക്ക് പുല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഇലകളിൽ മാത്രം കുറച്ചൊന്നും ആയാൽ മാത്രം മതി, അല്ലാതെ അതിൻ്റെ വേരിലോ മണ്ണിലോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇലകളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ അടുത്ത് വേറെ ചെടികളോ വാഴയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിലൊന്നും ആവാതെ പുല്ലിൽ മാത്രമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേനൽക്കാലത്ത് മാത്രമല്ല മഴക്കാലത്ത് നമുക്ക് ഈ രീതിയിലൂടെ പുല്ല് ഉണക്കി കളയാൻ പറ്റും. അപ്പോൾ ഞാനിത് മഴക്കാലത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ മരുന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റൊക്കെ മഴ പെയ്യാതിരുന്നാൽ മാത്രം മതി, പുല്ലൊക്കെ ഉണങ്ങിപ്പോയിക്കോളും. ഇപ്പോൾ ഇതാ ഞാൻ മരുന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത്. പുല്ലൊക്കെ 1/4 ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. ഈ മരുന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു 2-3 ദിവസം ആകുമ്പോഴേക്ക് തന്നെ പുല്ലൊക്കെ ഒരു മഞ്ഞ കളറായിട്ട്, ഇലകളൊക്കെ ഒന്ന് മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഉണങ്ങിപ്പോവാണ് ചെയ്യുക. അപ്പം ഞാൻ ഈ മരുന്ന് സ്പ്രേ ചെയ്ത അന്ന് രാത്രിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണങ്ങിപ്പോയില്ലെന്ന്. പക്ഷേ 2 ദിവസം 3 ദിവസം ആകുമ്പോഴേക്ക് ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പിന്നെ അങ്ങോട്ട് ചീഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ അങ്ങോട്ട് ചീഞ്ഞ് പോയിക്കോളും. അപ്പം ഞാനിതായി സ്പ്രേ ചെയ്തതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെണ്ടയും തക്കാളിയും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പം വരില്ല. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പുല്ലിൽ മാത്രം ആവാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എത്ര കാട് പിടിച്ച പുല്ലും ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കരിച്ച് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.